നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദുബായിലേക്ക് പോകുന്ന വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശം. ഡൽഹി വിമാനത്താവളത്തിലെ ഓഫീസിൽ ഇമെയിൽ മുഖേനയാണ് ഭീഷണി സന്ദേശം എത്തിയത്. വിമാനം ദുബായിലേക്ക് തിരിക്കാൻ തുടങ്ങുന്നതിനിടെയാണ് വിമാനത്തിൽ ബോംബ് വെച്ചതായി സന്ദേശം എത്തുന്നത്. തുടർന്ന് ഉടൻ തന്നെ വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ പുറത്തിറക്കുകയും പരിശോധന നടത്തുകയും ചെയ്തു. എന്നാൽ വിമാനത്തിനുള്ളിൽ നിന്ന് സംശയാസ്പദമായി ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ലെന്ന് ബോംബ് സ്ക്വാഡ് അറിയിക്കുകയായിരുന്നു. തുടർന്ന് വിശദമായ പരിശോധനയ്ക്കായി വിമാനം ബേയിലേക്ക് മാറ്റി. പിന്നീട് ഭീഷണി സന്ദേശം വ്യാജമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. വ്യാജ ബോംബ് ഭീഷണിയെ തുടർന്ന് പ്രതിസന്ധിയിലായ യാത്രക്കാർക്ക് എല്ലാവിധ ആവശ്യങ്ങളും സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന വ്യാജ കോളുകളുടെ പരമ്പരയിൽ ഇതും ഉൾപ്പെടുന്നു. വ്യാജ ബോംബ് ഭീഷണിയുടെ ഉറവിടം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അടുത്തിടെ ഡൽഹിയിൽ നിന്ന് കാനഡയിലേക്ക് പോവുകയായിരുന്ന വിമാനത്തിൽ ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചിരുന്നു. തുടർന്ന് അടിയന്തരമായി വിമാനം തിരിച്ചിറക്കുകയായിരുന്നു. തുടർന്നുള്ള പോലീസ് അന്വേഷണത്തിൽ ഉത്തർപ്രദേശിലെ മീററ്റിലുള്ള 13 വയസ്സുകാരനാണ് ഈ വ്യാജ സന്ദേശം അയച്ചതെന്ന് കണ്ടെത്തുകയായിരുന്നു. ഉത്തർപ്രദേശിലെ മീററ്റ് സ്വദേശിയായ ഈ കുട്ടി പിടിയിലാവുകയും ചെയ്തു. ഡൽഹി ടൊറന്റോ എയർ കാനഡ വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ജൂൺ 4 വൈകിട്ട് 10:50 സന്ദേശം ലഭിക്കുന്നത്. തുടർന്ന് വിമാനം 12 മണിക്കൂറോളം വൈകി. അന്വേഷണത്തിൽ ഉത്തർപ്രദേശിലെ മീററ്റ് സ്വദേശിയായ കുട്ടിയാണ് സന്ദേശം അയച്ചതെന്ന് കണ്ടെത്തുകയായിരുന്നു. തമാശയ്ക്കാണ് ഇത് ചെയ്തതെന്നും തന്നെ കണ്ടുപിടിക്കാൻ ഉദ്യോഗസ്ഥർക്കാകുമോ എന്ന് പരിശോധിക്കുകയായിരുന്നു ലക്ഷ്യമെന്നും കുട്ടി പോലീസിനോട് പറഞ്ഞു. പുതിയ ഒരു ഇമെയിൽ ID നിർമ്മിച്ച ശേഷം അമ്മയുടെ വൈഫൈ കണക്ഷൻ ഉപയോഗിച്ച് ഫോണിൽ നിന്ന് സന്ദേശം അയക്കുകയായിരുന്നു. അയച്ച ശേഷം ഉടൻ തന്നെ ഈ ഇമെയിൽ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തു. പിറ്റേന്ന് രാവിലെ സംഭവം വലിയ വാർത്തയായത് അറിഞ്ഞെങ്കിലും ഭയം കാരണം മാതാപിതാക്കളോട് കുട്ടി ഇക്കാര്യം പറഞ്ഞിരുന്നില്ല. ബോംബ് ഭീഷണി വാർത്തകൾ കണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത് എന്നും കുട്ടി പോലീസിനോട് പറഞ്ഞു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.